ഇത് നമ്മൾ അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തുള്ള കൽക്കുരിശിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. വളരെ മനോഹരമായ ഒരു പുണ്യഭൂമിയാണിത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ പോകണമെങ്കിലൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവണം. നമുക്ക് അത്രയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കൽക്കുരിശിങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ കൽക്കുരിശിങ്കിലേക്ക് പോകുന്ന വഴികളാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇപ്രാവശ്യം പാലക്കാടിന് പോയ സമയത്ത് പോയതാണ് കൽക്കുരിശിങ്കൽ. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയതാണ് കേട്ടോ. ഒരിക്കലെങ്കിലും വിശ്വാസമുള്ളവരൊന്ന് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ള കൽക്കുരിശിൽ നമ്മൾ 3 നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം. ഒരുപാട് പേർക്ക് അതിനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കൽക്കുരിശിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മുടെ സെഹിയോൻ ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കൽക്കുരിശിങ്കലേക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പം ഞാൻ അതിൻ്റെ പകുതി വന്ന് വരെയുള്ള വീഡിയോസ് ഉള്ളൂ കേട്ടോ. പിന്നെ കൽക്കുരിശിൻ്റെ വീഡിയോസും ഫോട്ടോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എടുത്തതല്ല, വേറൊരു ഇതിനകത്ത് നിന്ന് ഞാൻ എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ നമുക്ക് പോണ വഴിക്ക് ഒരുപാട് രൂപങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട്. അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് കൽക്കുരിശിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. വണ്ടിയൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. പിന്നെ ഇവിടെ നമുക്ക് എപ്പോൾ വന്നാലും ഇവിടെ നമുക്ക് ആഹാരമുണ്ട്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എപ്പോഴും നമുക്കിവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വെള്ളം ഉണ്ട്. പിന്നെ നമുക്ക് കൊന്ത, പുസ്തകങ്ങൾ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമ്മുടെ ഒരു മാതാവിൻ്റെ ഒരു പള്ളിയാണ്. കയറിപ്പോകുന്ന വഴിക്ക് തന്നെയുള്ളത്. ശരിക്കും ഒരു ചാപ്പിൽ പോലെയാണ് കേട്ടോ അത് എല്ലാം. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഈ പ്രാവശ്യം പാലക്കാടിനൊരു കല്യാണത്തിന് പോയതാണ് കേട്ടോ. അവിടെ ചെന്നപ്പം ഇവിടെ അങ്ങോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി നമുക്ക്. കുറേ അങ്ങോട്ട് കയറിപ്പോയാൽ മാത്രമാണ് നമുക്ക് കൽക്കുരിശിങ്കിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അനിയൻ്റെ കുഞ്ഞുങ്ങളാണ്. കുറേ നടന്നതിന് ശേഷം നമ്മൾ കൽക്കുരിശിങ്കിലേക്ക് എത്താറായിട്ടുണ്ട്. അവിടെ നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അത് അവിടുത്തെ ഒരു വിശ്വാസമാണ് കേട്ടോ. നമുക്കൊരു പുണ്യഭൂമിയായിട്ടാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ചെരുപ്പെല്ലാം താഴെ അഴിച്ചിട്ടിട്ട് പ്രാർത്ഥിച്ചാണ് അങ്ങോട്ട് കയറാറ്. അപ്പം നമ്മളവിടെ കുറേ കയറിയതിന് ശേഷം അവിടെ എത്തുന്നുണ്ട്. നമുക്കിനി ഇവിടെ ചെരുപ്പ് കഴിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് യേശു നമ്മളിങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട് കേട്ടോ. നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ ഇട്ടിട്ട് കയറുകയാണ് മുകളിലേക്ക്. അവിടെ മാതാവിൻ്റെ അടുത്ത് നമ്മൾ 22 പ്രാവശ്യം നമ്മൾ എത്രയും ദയുള്ള മാതാവ് ചൊല്ലിയിട്ടാണ് നമ്മൾ കയറി മുകളിലേക്ക് പോവാറ്. ഇതാണ് ആ മാതാവ്. അങ്ങോട്ട് അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറി പോവാറ്. ശരിക്കും നമുക്ക് ഇവിടെ ചെന്ന് പ്രാർത്ഥിപ്പിക്കുമ്പോൾ നമ്മുടെ മൈൻഡിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും കേട്ടോ ശരിക്കും.
ഇതിൻ്റെ മുകളിലായിട്ടാണ് യേശു നമ്മളിങ്ങനെ അനുഗ്രഹിച്ചിട്ട് നിൽക്കുന്ന പോലെയുള്ളൊരു പ്രതിമയുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ ആ പ്രതിമ.